സ്ഥലവേ മാറിപ്പോയി. Coffee time, my boys. Full power. Snowfall. 7 മണി. ഇന്നപ്പം ചോല പാസ്, സെക്കൻഡ് പാസ് ചോല പാസ്, അത് കഴിഞ്ഞ് ഗോക്കിയോ. എല്ലാവരും റെഡിയാകുന്നു. നമ്മൾ ചോല പാസ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സാധനം on the way to ഗോക്കിയോ പോകുന്ന വഴി ഫുള്ള് ഈ യെല്ലോ മാർക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അത് ഫോളോ ചെയ്യുവാണെങ്കിൽ ഈസി ആയിരിക്കും. അതാണ് വഴി. പോകുന്ന വഴി ചെറിയ സ്ട്രീമൊക്കെ ഉണ്ട്. സ്ട്രീമൊക്കെ ഫുൾ ഫ്രോസാണ്. ഒരു പാറയുടെ സൈഡ് കിട്ടിയപ്പോൾ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. സൂപ്പും കാപ്പിയും അവല് നനച്ചതും ശർക്കര. അത് തിളച്ചത് ഇല്ല. ഈ ചായ ഒഴിക്കട്ടെ ഒരിത്തിരി. സൂപ്പ് ഇൻ പാത്താണ്, പോകുന്ന വഴിയാണ് ചോല പാസിലേക്ക്. ഒരു രക്ഷയില്ല, കെയർഫുള്ളായിട്ട് പോകണം. ഇത് ഇറങ്ങി വന്നവരാണ്. നമുക്ക് മുകളിലേക്ക് യെല്ലോ ഉണ്ട്. നമുക്ക് അവിടെ എത്തണം. ചോല പാസ് ട്രക്കിംഗ്. അങ്ങനെ ചോല പാസ് ഗ്ലേഷ്യർ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ടീംസ് ഗ്ലേഷ്യറിൽ. വെതർ കണ്ടീഷൻ കുഴപ്പമില്ല. ബോൾസ് ഇട്ടിട്ട് വേണം നമുക്കിനി ട്രക്ക് ചെയ്യാൻ. നല്ല വലിയ ഗ്ലേഷ്യറാണ്. അങ്ങനെ ക്രാംബോൾസൊക്കെ ഇട്ട് നമ്മൾ സെറ്റായിട്ടുണ്ട്. നമുക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടൈം ഗ്ലേഷ്യർ എക്സ്പീരിയൻസ്. കൈയൊക്കെ ഫ്രീസായി. സ്റ്റാർട്ടായി. നമ്മളിത് ഗ്ലേഷ്യറിലേക്ക് കാല് വെക്കാൻ പോവാണ്. ബോളും സാധനമൊക്കെ സെറ്റായിട്ടുണ്ട്. ഗ്ലേഷ്യറിലേക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ഇത്ര വലിയ ഗ്ലേഷ്യർ ഫസ്റ്റ് ടൈമാണ്. Snowfall started. ഒറ്റയ്ക്ക് full power snowfall. ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ട്. നല്ല സ്നോ പെയ്യുന്നുണ്ട്. കൈയൊക്കെ ഫ്രീസായി. ടീംസ് തിരിച്ചിറങ്ങുവാണ്.
നോട്ട് നമുക്ക് ഈ യെല്ലോ സ്റ്റിക്ക് പോലത്തെ സാധനമാണ് ഡയറക്ഷൻ. ഇത് അങ്ങ് വരെ ഉണ്ടാവും. വീഡിയോ എടുത്ത് പോകുന്നതുകൊണ്ട് ഭയങ്കര സ്ലോ ആണ്. നല്ല ഫുൾ പവർ മഞ്ഞ് വീഴ്ചയുണ്ട്. കൈയൊക്കെ ഫ്രീസായി. സീനാണ്. നടന്നിട്ട് എത്തുന്നില്ല. വാ എക്സ്പീരിയൻസ് എങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല. ചോല പാസ്. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, ഒന്നും പറ്റുന്നില്ല. ചോല പാസ് 5430 മീറ്റേഴ്സിലാണ് നമ്മളിപ്പം. ഫുൾ ഗ്ലേഷ്യർ. പാസ് എത്തിയിട്ടില്ല. ഗ്ലേഷ്യർ കഴിയുമ്പോൾ പാസ് എത്തുന്നതാണ്. തൊട്ടടുത്ത പാസ്. അങ്ങ് ദൂരെ നിന്ന് പാസ് കാണാം. കുറച്ച് പേര് ഇറങ്ങി വരുന്നുണ്ട്. ഫുൾ ഗ്ലേഷ്യർ വന്നേക്ക് നോക്കി. നമ്മളങ്ങനെ എത്തുന്നു. പിന്നെ സ്നോഫോൾ തുടങ്ങി. ഫുൾ പവർ സ്നോഫോൾ. കയ്യൊക്കെ പോയി, ഫ്രീസായി. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഗ്ലേഷ്യർ കഴിഞ്ഞു. സ്നോഫോൾ ഫുൾ പവർ. ഇതൊക്കെ അഴിച്ച് വെച്ച് നല്ലൊരു സ്റ്റീപ്പ് കയറ്റമുണ്ട്. അത് കയറി കഴിയുമ്പോൾ ചോല പാസ് എത്തുന്നതാണ്. ഇല്ലാതെ എന്തായാലും ചോല പാസ് ട്രക്ക് ചെയ്യരുത്. ഭയങ്കര ഉപകാരപ്പെട്ട ഒരു സാധനമാണ്. നല്ല ഗ്ലേഷ്യറാണ്. ഇതൊന്നെങ്കിൽ റെൻറ്റിനെടുക്കാം, അല്ലെങ്കിൽ 1000 റുപ്പീസ് നേപ്പാളീസ് കൊടുക്കുവാണെങ്കിൽ നല്ല സ്ക്രാമ്പുകൾ കിട്ടും. മാക്സിമം വരുന്നവർ ഇത് റെൻറ്റിനെടുത്തോ മേടിച്ചിട്ടോ വരിക. നല്ല ഹെൽപ്ഫുള്ളാണ്. ചോല പാസ് അടിച്ചിരിക്കുകയാണ്. ഫുൾ പവർ സ്നോഫോൾ. ഗ്ലേഷ്യർ വെറുതെ അങ്ങോട്ടേക്ക് ഫുള്ള് സ്റ്റീപ്പ് ഇറക്കുക. ചോല പാസിൽ നിന്ന് നല്ല സ്നോയും പെയ്യുന്നുണ്ട്. ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നു. കുത്തനെ ഉള്ള ഇറക്കുക. ഫുൾ പവർ സ്നോ സ്റ്റീപ്പ് ട്രക്കിംഗ്. ബാബ വെരി ഡിഫിക്കൽട്ട് പാത്ത്. ഫുള്ള് സ്റ്റീപ്പാണ്. സ്നോഫോൾ. വെരി സ്റ്റീപ്പ്.
വരുന്ന വഴിക്ക് ഒരു ഐസിൻ്റെ സാധനം ഇനിയുണ്ട്. നമുക്ക് ഒരു അരമണിക്കൂറും കൂടെ ഉണ്ടാവും. ഫുൾ ക്ലൗഡിയാണ്. നമ്മൾ ആ സ്റ്റീപ്പ് ഇതാണ് കയറി വന്നത്. എത്താറായപ്പം ഫുൾ സ്നോഫോൾ, വിഷയം സ്നോഫോൾ. ബാഗൊക്കെ ഫുൾ സ്നോ സീനായി ഗൈസ്. സർവൈവിങ്. ബാബ കാപ്പി ഇടുന്നു. കാപ്പി ഫുൾ പവർ. ഫുൾ പവർ സ്നോഫോൾ. സ്ഥലവേ മാറിപ്പോയി. ഫുൾ പവർ. ഫുൾ പവർ സ്നോഫോൾ. ബാബ കുക്കിംഗ്. It's coffee time, my boys. Full power snowfall. വഴി കാണുന്നില്ല. മഞ്ഞിൽ മൂടി വഴികൾ. തവാങ്ങിൽ മഞ്ഞ് മൂടുന്നതിന് മുമ്പ് ആയിട്ടോ. ഫുൾ പവർ. പോള് കിട്ടി. സെക്കൻഡ് പോള് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 2 ചേച്ചിമാരെയും കിട്ടിയിട്ടുണ്ട്. പെട്ട് നിൽക്കുമായിരുന്നു. വഴി കാണുന്നില്ല. പെട്ടു. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്ലേസിൽ. ഡെസ്റ്റിനേഷൻ പൗഞ്ചേക. അങ്ങനെ നമ്മൾ പോട്ടർ ഹൗസ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെയാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തെ ഇവിടെയാണ് പോട്ടർ ഹൗസ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുവാണെങ്കിൽ നമുക്ക് പോട്ടർ ഹൗസിൽ ഫ്രീ സ്റ്റേ കിട്ടി. ഫുഡിന് ഒരു ദാൽ ബട്ടിന് 600 or 800 സംതിങ്. ഞാനും ബാബയും കൂടെ താമസിച്ചാണ് വന്നത്. വഴിയിൽ നിന്ന് കിട്ടിയ 2 പിള്ളേരായിട്ട് അവർ വഴിയൊക്കെ തെറ്റി നിൽക്കുന്നപ്പം സഹായിച്ച് അങ്ങനെയാണ് നമ്മൾ ഇച്ചിരി താമസിച്ചെത്തിയത്. അഭിഷേകും അമ്പാടിയും നേരത്തെ എത്തി. ഇവിടെയാണ് സ്റ്റേ അല്ല, ഫുഡ് കഴിക്കുന്ന സ്ഥലം. ഇതാണ് പോട്ടർ ഹൗസ്. ഇന്നെന്തായാലും ഇവിടെയാണ് സ്റ്റേ. ഇവിടെ ഒരു സാധനം കൂടെ ഉണ്ട്. ഗ്യാസ് കുറ്റിയുടെ വീട്ടിലൊക്കെ ഫുള്ള് സ്റ്റോ. ഇന്നത്തെ നമ്മുടെ വീട്. ഇപ്പോഴും സ്നോ പെയ്തുകൊണ്ടിരിക്കുക. ഓൾറെഡി കുറഞ്ഞു. ഞങ്ങൾ മേളിൽ വെച്ച് ഫോൺ ഓഫായിപ്പോയി. അല്ലെങ്കിൽ കുറച്ചും കൂടെ കുറേ വിഷ്വൽസ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു. ഇവിടെ ഫുള്ള് സ്കോട്ട്ലൻഡ് പോലെ ഉണ്ട്. ഫുള്ള് സ്നോ വീണിട്ട്. ഇതല്ല, ഇപ്പോൾ കുറഞ്ഞു. സത്യം പറഞ്ഞാൽ കുറഞ്ഞു. ചെറിയ രീതിയിൽ പെയ്യുന്നുണ്ട്.